അപ്പൊ രാവിലെ 6 മണി 7 മണിയാകുമ്പോ ഇറങ്ങണം വിചാരിച്ചു. ഞങ്ങൾ ഇറങ്ങിയപ്പോ 9 മണിയായിട്ടുണ്ടായിരുന്നില്ല. ഞാനും പോളിയും നീരജും കുഞ്ഞുട്ടനും കൂട്ടിയാണ് പോയത്. നമ്മൾ സൈക്കിൾ എടുത്ത് രാവിലെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളെ റോഡ് വഴിയാണ് നേരെ ഇറങ്ങിപ്പോയത്. ഫസ്റ്റ് ടൈം ആട്ടോ ഇത്ര ലോങ് നമ്മൾ സൈക്കിളിൽ പോകണം. പിന്നെ ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യണം ഞാൻ എന്റെ ഫസ്റ്റ് ടൈമാണ്. അപ്പൊ അതിൻ്റെതായ മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങളൊന്ന് എന്താ പറയാ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറയാ നേരെ ഇറങ്ങി ഒരു പാടത്ത് കൂടി കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറെ ബിൽഡിങ്ങിന്റെ ഇടയിൽ കൂടിയാണ്ടെ കയറി പോയത്. എന്താ പറയാ, ബിൽഡിങ് നല്ല ഭംഗിയുള്ള ബിൽഡിങ്ങിന്റെ ഇടയിൽ കൂടി ഒക്കെ പോയി. റോഡൊക്കെ കുറച്ച് മോശമായിരുന്നു, കാരണം നമ്മളെ ഉൾവഴി ആയതുകൊണ്ട് തന്നെ വലിയ മെയിൻ്റെനൻസ് ഉണ്ടായിരുന്നില്ല. എന്നാലും അത്യാവശ്യം കുഴപ്പമുണ്ടായില്ല. നമ്മളെ നാട്ടിൽ അത്ര ബുദ്ധിമുട്ടുണ്ടായില്ല റോഡിൽ കൂടി പോകാനായിട്ട്. അപ്പൊ ഈ റോഡ് നേരെ ചെന്ന് മുട്ടനോട് തന്നെ മെയിൻ ഹൈവേ ആയിരുന്നു നമ്മളെ. അപ്പൊ ആ റോഡിന്റെ സൈഡിലായിട്ട് എന്താ പറയാ റൈഡർമാര് കാര്യങ്ങളൊക്കെ കുറച്ച് പേരൊക്കെ നിൽക്കണുണ്ടായിരുന്നു. നമ്മ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ ഹൈവേ കയറി. ഹൈവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മൊത്തം പാടങ്ങൾ തന്നെയാണ് ചുറ്റും. നമ്മളെ ഈ ഒരു ഗ്രാമപ്രദേശം എന്ന് പറഞ്ഞിട്ടുണ്ടായില്ല, അതിന്റെ സൈഡിലായിട്ടൊരു ചെറിയൊരു സെമിത്തേരി ഉണ്ടായിരുന്നു. പിന്നെ അതിന്റെ ചുറ്റും പാടങ്ങൾ തന്നെയായിരുന്നു. ഇപ്പൊ പാടത്തിന്റെ കൊയ്ത്ത് കഴിഞ്ഞ സീസൺ ആയതുകൊണ്ട് തന്നെ എന്താ പറയാ മൊത്തം തരിശായിട്ട് കണ്ടിരുന്ന പാടങ്ങളൊക്കെ. പിന്നെ ചില പാടങ്ങളിൽ മുള്ളങ്കി കൃഷിയുണ്ട്. മുള്ളങ്കി ഒക്കെ ഈ ടൈമിൽ വിതയ്ക്കുന്ന ടൈമാണ്, എന്താ പറയാ സ്റ്റാർട്ടിങ് ടൈമാണ്. അതുകൊണ്ട് കുഴപ്പമില്ലാത്ത രീതിയിലായിരുന്നു. പിന്നെയുള്ള ഈ ഗോതമ്പ്, കടുക് അതിന്റെ ഒക്കെ കൊയ്ത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പാടങ്ങളൊക്കെ ഉഴുത് നല്ല രീതിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നിട്ടാ. നമ്മൾ അത്യാവശ്യം വെയില് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മ കുറച്ച് എന്താ വിചാരിച്ചു, ഷോർട്ട് കട്ട് പിടിക്കാന്ന് ഗൂഗിൾ മാപ്പിനോട് ചോദിച്ചു നോക്കിയപ്പോൾ ഗൂഗിൾ മാപ്പ് ഒരു ഷോർട്ട് കട്ട് കാണിച്ചു തന്നിരുന്നു. അപ്പൊ നമ്മ ആ ഷോർട്ട് കട്ട് വഴിയായിട്ട് അങ്ങോട്ട് കയറി പോവാന്ന് വിചാരിച്ചിട്ടാണ്. നേരാണ്ട് കയറിയപ്പോ പിന്നെ നമുക്ക് മനസ്സിലായത് അത് നമുക്ക് നൈസ് ഒരു പണിയായിരുന്നു. 2 കിലോമീറ്ററോളം കുറഞ്ഞു കിട്ടി. പക്ഷെ എന്താ പറയാ, വെയിലൊരു കുറവുണ്ടായിരുന്നില്ല. റോഡ് വളരെ മോശമായിരുന്നു. മൊത്തം പൊട്ടിപ്പൊളിഞ്ഞിരുന്ന റോഡാണ്. ഒട്ടും മെയിൻ്റനൻസ് ഇല്ല. എന്താ പറയാ, ഇത് ആരും കാണാത്ത റോഡാണെന്ന് വിചാരിച്ചു. ആ റോഡ് നേരെ ചെന്ന് കയറുന്ന ഒരു വലിയൊരു പാടത്തിന്റെ സൈഡിലാണ്. ആ പാടത്തിന്റെ സൈഡിലായിട്ട് ഒരു വലിയ സെമിത്തേരി ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നല്ല അത്യാവശ്യം തണലും കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളവിടെ കുറച്ചേരം നിന്ന് റെസ്റ്റ് എടുത്തിട്ടാണ് പോയത്. നമ്മളവിടെ എന്താ പറയാ സായിപ്പന്മാരെ ആത്മാക്കളോട് കുറച്ചേരൊക്കെ വർത്താനം പറഞ്ഞിരുന്നത്. ഇതൊക്കെയാണ് നമ്മളവിടെ പോയേട്ടാ. നല്ല രീതിക്ക് നല്ല കാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായി. നമ്മൾ അവിടെ സൈക്കിൾ എടുത്ത് പോയപ്പോ പിന്നെ നമ്മളെ നാട്ടിലൊരു മലമ്പ്രദേശത്തേക്കാണ് ഒരു പ്രതീതിയായിരുന്നു. ഒരു കുഞ്ഞൊരു കാടും അതിന്റെ സൈഡിലായിട്ടൊരു ഫുട്ബോൾ കോർട്ടും ഒക്കെ ഉണ്ടായിരുന്നില്ല. മെയിൻ ഹൈവേ തന്നെ ആയിരുന്നിട്ട് ഇത്. നമ്മ അതിലെ നേരെ സൈക്കിളോട്ട് പോയി. നമ്മളെ നാട്ടിലൊരു എന്താ പറയാ മല പ്രദേശം, അത് കാട്ടിക്കൂടി ഒരു പോണ ഫീൽ തന്നെ ആയിരുന്നു. അത് നേരെ ചെന്നിട്ട് ഈ ലേക്കിന്റെ സൈഡിൽ പോയി മുട്ടിട്ടുണ്ടായി. ലേക്ക് എന്ന് പറയുമ്പോ ഇത് കൃത്യമായിട്ട് ഉണ്ടാക്കിയ സംഭവം ഉണ്ടോ ആൾക്കാര്. എന്നിട്ട് അവിടെ വാട്ടർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അത്യാവശ്യം നല്ല രീതിക്ക് എന്താ പറയാ വളരെയധികം വലിയൊരു ലേക്ക് തന്നെ ആയിരുന്നു. അവിടെ കുറെ ആൾക്കാർ വാട്ടർ ആക്ടിവിറ്റീസ് എന്താ പറയാ വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യണ കണ്ടിരുന്നു. നമുക്കും വാട്ടർ സ്കേറ്റിംഗ് ചെയ്യണം എന്നുള്ള മൈൻഡ് വന്നു അവർ ചെയ്യണതാണ്. അപ്പൊ അവർ വളരെ നല്ല രീതിയിൽ നല്ല സ്കിൽഡായിട്ടാണ് സംഭവം ചെയ്തിരുന്നത്. ഇത് കണ്ടപ്പോ നമുക്കും ഇത് കുറെ പൊളിക്കണം അങ്ങനെയൊക്കെ എന്നുള്ള മൈൻഡിലാണ് എല്ലാവർക്കും വേണ്ടിയത്. നമ്മ കുറച്ചേരം വെള്ളത്തിൽ ഇറങ്ങി അവിടെ കുളിച്ച് ഒക്കെ നിന്നിട്ടാണ് പോയത്. അപ്പൊ ഇവിടെ ആദ്യം പോയി ബുക്ക് ചെയ്യണ വരുന്നിട്ട് നമുക്ക് ഈ സ്കേറ്റിംഗ് ചെയ്യണമെങ്കിൽ ആദ്യം ഒരു 10 മിനിറ്റിന് 250 കേസ് കൊടുക്കണമായിരുന്നു. അമ്മ അത് അന്വേഷിച്ച് പിന്നെ അതിന്റെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മ ചെയ്യുമ്പോൾ ഒരു 8 പേരോളം വെയിറ്റിംഗ് ആയിരുന്നു. 8 പേര് കഴിഞ്ഞിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. നമ്മ അതിന് പോയി. അപ്പൊ അത് ഇവിടെ തന്നെ ഒരു ചെറിയൊരു എന്താ പറയാ ഇതിന്റെ പറയണ പേരെനിക്കറിയില്ല. അപ്പൊ അതുമ്പോ നമ്മളെ നീരജ് ഒന്ന് ബാലൻസ് നോക്കണ്ടായിരുന്നിട്ടാ. നീരജ് കുറച്ചേരം നോക്കി ഒന്നും നടക്കണ്ടായില്ല. അവസാനം നമ്മളെ കോളി വന്നിട്ട് നീരജ് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്താ പറയാ കൈമ ബാലൻസ് ചെയ്ത് അവനെ കുറെ നേരം അത് വെയിറ്റ് വയ്ക്കാൻ നിന്നിരുന്നു. ഈ ബാക്കിൽ കാണുന്നോടെ തന്നെ നമ്മൾ ബുക്ക് ചെയ്തിട്ടിരിക്കുന്നത്. അവിടെ അവർ വിളിക്കും എന്നാണ് നമ്മളോട് പറഞ്ഞത്. ടൈം ആകുന്നു നമ്മളാ അത്ര നേരം അവിടെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ നടന്നിരുന്നു. അപ്പോഴും ബോളിയും നീരജും നല്ല രീതിയിൽ പ്രാക്ടീസ് തന്നെ ചെയ്തില്ല. ബോളില എന്താ ട്രെയിനിങ്ങും ബയറ്റും കൂടി ആയപ്പോ നീരജ് അവസാനം സ്വന്തമായിട്ട് ബാലൻസ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞോളും ഒപ്പം തന്നെ നമ്മളെ ടൈം പോയിട്ടുണ്ടായിരുന്നു ഈ വാട്ടർ സ്കേറ്റിംഗ് ചെയ്യാനുള്ളത്. അപ്പൊ അവര് വിളിച്ചുപോയി നമ്മളങ്ങോട്ട്. നമ്മളോട് അമ്മ അവരോട് പറഞ്ഞിരുന്നു നമുക്ക് ഫസ്റ്റ് ടൈമാണ്, ഇത് വലിയ എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞതൊന്നും കുഴപ്പമില്ല. അങ്ങനെ അവർ ചെറിയ രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നു. പിന്നെ അവർ നമുക്ക് അതിന് യൂസ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ തന്നിരുന്നു. എന്താ പറയാ ലൈഫ് ജാക്കറ്റും ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ തന്നു. അതിൽ ചെറിയൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മളെ it's not shoes, you need to put it more, okay? Because if the water will gonna hit you, it can go
നമ്മൾ ഇറങ്ങിയിട്ട് നമുക്ക് ഒരു എന്താ പറയാ ബോധം വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെ നിൽക്കണം എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അവരാണ് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞത്. നമ്മളെ കാല് കരളത് വെച്ച് ടൈറ്റ് ചെയ്ത് തന്നു അവരുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കയറി നിന്ന് അവർ നമ്മളെ കാലൊക്കെ ടൈറ്റ് ചെയ്ത് പിന്നെ അവർ നമ്മളെ വെള്ളത്തേക്ക് ഇറങ്ങി. അതിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ഒരു വിശദീകരിച്ച് നമുക്ക് പറഞ്ഞു തന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് വെള്ളത്തിൽ ചെയ്യേണ്ടത്, എങ്ങനെ ഇറങ്ങണം, എങ്ങനെ ബാലൻസ് ചെയ്യണം എല്ലാവരും നമുക്ക് പറഞ്ഞു തന്നെ. This one you are doing this, okay? So this is gonna be the foot which is gonna be behind. No, on the other side. The left is gonna be front. And നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമ്മ നല്ല രീതിക്ക് പഠിപ്പിച്ചിരുന്നിട്ട് കാലം ബോർഡൊക്കെ വെച്ച് വെള്ളത്തിൽ കിടക്കാനൊക്കെ പറയാം. അത്യാവശ്യം നല്ലൊരു ടാസ്ക് പരിപാടിയായിരുന്നു. നമുക്ക് ബാലൻസ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. എന്തും മറ്റേ നേരെ വെള്ളത്തേക്ക് ഇറങ്ങി അത് കഴിഞ്ഞ് പിന്നെ നേരെ അവർ നമുക്ക് സംഭവം എടുത്താൽ നല്ലത്. നമ്മ എല്ലാവരോടും ഓക്കെ പറഞ്ഞ് നമ്മ പൊളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മ നേരെ ഇറങ്ങിയിട്ട് വെള്ളത്തേക്കൊന്നും നോക്കിയില്ല. നാടും പിടിച്ച് സെറ്റായിരുന്നു. എന്താ പറയാ, കാണുമ്പോൾ നല്ല രസമാണ് സംഭവം. ചെയ്യാനൊക്കെ സൂപ്പറാണ്. കുളിക്കാന്നൊക്കെ വിചാരിച്ചാൽ വെള്ളത്തിൽ തുടങ്ങി എവിടെ വെള്ളത്തിൽ വീണ് വെള്ളം കുടിച്ച് മനുഷ്യൻ ഒരു പരിവായി തന്നെ പറയാം. ആദ്യം കരഭാഗത്താണ് വീണുകൊണ്ട് നമുക്ക് അവര് പറയണത് ക്ലിയർ ആയി കേട്ടിരുന്നു. പിന്നെ അവരെന്താണ് പറയണതെന്ന് ക്ലിയർ ആയിരുന്നില്ല. അപ്പൊ ആള് നമുക്ക് ഒരു ചെറിയ ബോട്ട് എടുത്ത് നമ്മളെടുത്ത് വന്ന് കുറച്ചും കൂടി ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും നമ്മളെ എൽബോ ലെഗ് കാര്യങ്ങളൊക്കെ എങ്ങനെ ടേൺ ചെയ്യണം സംഭവങ്ങളൊക്കെ എല്ലാം കറക്റ്റായിട്ട് അവർ പറഞ്ഞു തരുന്നു. അപ്പൊ നമ്മ നേരത്തെ ചെയ്തേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നിട്ട് അത് പറഞ്ഞു തന്നപ്പോൾ പിന്നെ കൂടുതലായിട്ടൊന്നും ആൾ പറയണത് നമുക്ക് എന്താ പറയാ കേൾക്കാനൊന്നും പറ്റുന്നില്ല. ചെവിട്ടിയിലും മൂക്കിലും ഫുള്ള് വെള്ളം വീണ് വെള്ളം കയറി ആകെ ഒരു പരിപാടിണ്ടായിരുന്നു. പിന്നെ അടുത്ത റൗണ്ട് തുടങ്ങി അത്യാവശ്യം നല്ല രീതിക്ക് ഒന്ന് ബാലൻസ് ചെയ്ത് തുടങ്ങിയിട്ടാണ്. വലിയൊരു ലേക്കാണെന്ന് പറഞ്ഞില്ല. അപ്പോൾ അവിടെ എന്താ പറയാ വേറെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല. ബോട്ട് കാര്യങ്ങൾ സ്പീഡ് ബോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ അവർ അത്യാവശ്യം സ്പീഡ് ബോട്ടിൽ ചെറിയ രീതിയിലൊക്കെ സ്കില്ല് കാണിച്ച് കുറെ ആൾക്കാർ നടക്കണ്ടായിരുന്നു. നമ്മൾ കണ്ടിരുന്നു. നമ്മൾ വേറെ റൈഡിലൊന്നും കയറാന്നില്ല. നമ്മൾ ഇത് മാത്രമാണ് മെയിനായിട്ട് ചൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് അത്യാവശ്യം ബാലൻസ് ചെയ്തൊക്കെ ഒന്ന് തുടങ്ങി വന്നപ്പോഴേക്കും നമ്മുടെ ടൈം കഴിഞ്ഞു. 10 മിനിറ്റ് ആണല്ലോ ഉള്ളത്. എന്താ പറയാ, അപ്പം പിന്നെ നമുക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ അന്ന് വേറെ എന്താ പറയാ അധികം കഷ്ടപ്പെടാൻ നിന്നില്ല. നമ്മൾ നേരെ കയറി. ഊരാൻ പറ്റാ മാർക്ക് തലയൊന്നിരിക്കും ബാഗിലേക്ക് കറക്റ്റ് സാധനം നോക്കി. കമാൺ കണ്ടിന്യൂ. ഇതെങ്കിലും കേട്ടെ. സീനാടാ വിചാരിക്കുമല്ല ശരിക്കും നമ്മ എഴുന്നേറ്റ് പക്ഷെ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് മനസ്സിലാവില്ല. ലാസ്റ്റ് ആയപ്പോ കാല് സെറ്റാക്കാൻ പഠിച്ച് അപ്പക്കും കാല് സെറ്റാക്കാൻ പഠിച്ചു വന്നപ്പോക്കും ടൈം കഴിഞ്ഞ് ഫുള്ള് എടുക്കാനാണ് സെറ്റാകും. അല്ല അതുപോലെ വീണ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. നമുക്ക് ഫുള്ള് നല്ല ഡിഫിക്കൽട്ടാണ്. പൊന്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അടിച്ച് കയറും വെള്ളം. ചേട്ടിൻ്റെ മൂക്കിൽ ഫുള്ള് വെള്ളം കയറണം. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി കുറച്ച് നേരം വെള്ളത്തിൽ കിടക്കട്ടെ. മൂക്കിൽ ചുവട്ടിൽ ഫുള്ള് 2 ദിവസം കുളി കഴിഞ്ഞിട്ടാണ്.